നിലമ്പൂർ ചൂണ്ടുപലകയാകുമോ എന്ന ചർച്ച തുടരുകയാണ്. നിലമ്പൂർ ചൂണ്ടുപലകയാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും UDF മുന്നണിയെ സംബന്ധിച്ചും അതിലപ്പുറം PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷം നടക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉറപ്പായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഘടകമാകും. പക്ഷേ അതിനിടയിൽ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ചൂണ്ടുപലകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയൊന്നുമല്ല. 1982 TK ഹംസ ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശേഷം 6 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. അതിനുശേഷം 2016 ആ തുടരൻ വിജയങ്ങൾക്ക് തടയിട്ടുകൊണ്ട് PV അൻവർ എന്ന ഇടത് സ്വതന്ത്രനെത്തുന്നത്. അദ്ദേഹം അന്ന് 11,504 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പക്ഷേ 2021 എത്തുമ്പോൾ ആ ഭൂരിപക്ഷം എന്നുള്ളത് വെറും 2,700 ചുരുങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് അൻവർ 2021 ചെറിയ വോട്ടിനാണ് LDFിൽ നിന്ന് വിജയിച്ചത്. അതായത് അവിടെ ഒരു UDF കോട്ടയാണ് അല്ലെങ്കിൽ UDF മണ്ഡലമാണെന്ന് തെളിയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇത്. അതിലൊരു UDF സ്വഭാവമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. 2 തവണ തുടർച്ചയായി അൻവർ ജയിച്ചിട്ടുണ്ട്. അവസാന തവണ ഭൂരിപക്ഷം വളരെ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിലമ്പൂർ ഒരു സൂചകമാണ് എന്ന് പറയുമ്പോഴും ഈ വിഷയം അവിടെ നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് PV അൻവർ എന്ന MLA അവിടുത്തെ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനം. അത് പോലീസിൻ്റെ സംഘ് പരിവാർ ബന്ധം പറഞ്ഞുകൊണ്ടാണ്. RSSുമായി ബന്ധമുണ്ടെന്നും RSSുമായി നടത്തിയ ചർച്ചകൾ, അതിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട്, മുഖ്യമന്ത്രിക്ക് അതിലുള്ള താല്പര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള താല്പര്യം, ഇതൊക്കെയാണ് തുടർച്ചയായി PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ ഹിന്ദു വോട്ടുമുണ്ട്. അവിടെ മുസ്ലിം ഹിന്ദു ഐക്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ പോയി ഈ പറഞ്ഞ ഏത് സാമുദായിക നേതാക്കളും അവിടെ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. കാരണം അത് വോട്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഈഴവ വോട്ട് കിട്ടാൻ ആ പ്രസംഗം ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചടിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ഒരു സമൂഹമല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിൽ മുസ്ലിം സ്ഥാനാർത്ഥി എന്നാൽ തോൽപ്പിക്കാം എന്നൊരു നിലപാട് ഇല്ലാത്തൊരു മണ്ഡലം തന്നെയാണ്. അതിൽ ഈ പറയുന്ന സാമുദായിക ഘടകങ്ങൾ ഒക്കെ വേറെ വിഷയമായി വരുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഹിന്ദു സമൂഹം കടന്നു വരുന്ന ഒരു പ്രദേശമായി ഞാൻ അതിനെ കാണുന്നില്ല. UDFിനെ സംബന്ധിച്ച് ഇപ്പോൾ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള തർക്കം അവിടെ ഒരു ഘടകമായി നിൽക്കുന്നു എന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പല പ്രസംഗങ്ങളിലായി PV അൻവറിനെ പുകഴ്ത്തിക്കൊണ്ടുവരുന്നുണ്ട്. PV അൻവർ രാജിവെച്ച ഘട്ടത്തിൽ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി VS ജോയ് വരട്ടെ എന്നൊരു അഭിപ്രായം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കണ്ടതാണ്. പിന്നീട് ഇപ്പോൾ ASSC ഒരു സർവേ ഒക്കെ നടത്തുന്നു. ആ സർവേയിൽ VS ജോയാണ് ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്നൊരു ഒരു സർവേ ഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പേര് പറയുമ്പോൾ അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് തൻ്റേതായ രൂപത്തിൽ ചില സമ്മർദ്ദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെയും പല ഘട്ടങ്ങളിൽ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ VV പ്രകാശിൻ്റെ പരാജയത്തിന് ഇടയാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല അവിടെ ഈ പലസ്തീൻ അനുകൂല പ്രകടനം വ്യത്യസ്തമായി, പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ സ്വന്തം രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ചില അനുയായികളുമായി നടത്തി. അതിനർത്ഥം അദ്ദേഹത്തിനൊരു അനുയായി വൃന്ദമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അപ്പുറത്ത് VS ജോയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ VS ജോയെ അങ്ങ് പരാജയപ്പെടുത്തുന്ന രൂപത്തിലേക്കൊക്കെ ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ സംഭവിക്കില്ല. ഇനിയിപ്പോൾ VS ജോയ് ആണ്, ഇനി അതല്ല ആര്യാടൻ ഷൗക്കത്താണ്, ഈ 2 സ്ഥാനാർത്ഥികൾ നിന്നാലും അവിടെ വിജയസാധ്യതയുണ്ട്. VS ജോയ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ വിജയസാധ്യത എന്നതാണ് UDFിൻ്റെ വിലയിരുത്തൽ എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാകുന്നത് ഇപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊന്നും ബാധിക്കാത്ത ഒരു സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ എങ്ങനെ മാറി എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ എന്ത് തരത്തിലാണ് പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയത്? അങ്ങനെ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തലാണോ ഉണ്ടായിട്ടുള്ളത്, അതോ പ്രതിച്ഛായ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ കൂടി വരും. തുടർച്ചയായ സമരകാലത്തിലൂടെയാണ് നമ്മൾ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആശാസമരം, ഈ ആശാസമരം ഇത്രയും ദിവസം 60 ദിവസം പിന്നിട്ടിരിക്കുന്ന ആ സമരത്തിനോട് സർക്കാർ കാണിക്കുന്ന സമീപനം, അത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും എതിരഭിപ്രായം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയ രൂപത്തിൽ ആ വിമർശനം അവിടെ നിൽക്കുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നിർവികാരമായ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ കേട്ടതാണ്. അപ്പോൾ കേന്ദ്രത്തോട് പോയി ചോദിക്കേണ്ട ഒരു വിഷയമാണെന്ന രൂപത്തിൽ അത് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സാഹിത്യകാരന്മാർ തന്നെ
ഇപ്പോൾ അതിനോട് പ്രതികരിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കും. സാഹിത്യകാരന്മാർ എടുക്കുന്നതാണ് നിലപാട്, ഒരു പ്രധാന നിലപാട് എന്ന രൂപത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം കൂടി മാറുന്ന രൂപത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു. വേറെയും ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പി ദിവ്യയുമായി ബന്ധപ്പെട്ട സംഭവം. ഇപ്പോൾ ആ കേസ് CBIക്ക് വിടണമെന്നുള്ള ആവശ്യവുമായി മഞ്ജുഷ് പോവുകയാണ്. അപ്പോൾ അതിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അതിനോടെടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ സമീപനം അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നല്ല ഭരണം എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ രണ്ടാം പിണറായി സർക്കാർ? ഈ തുടർച്ചയായി PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്രതിഫലിച്ചിരിക്കുന്നു? PV അൻവർ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതിലിപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട്, അതിൽ കേസ് എടുക്കാമെന്ന് DGP പറയുമ്പോൾ പോലും ആ രൂപത്തിലേക്ക് പോകുന്നില്ല. 1 മാസം മുമ്പ് DGP നൽകിയ റിപ്പോർട്ടാണ്. അതിലേക്ക് ആഭ്യന്തര വകുപ്പ് അനങ്ങുന്നില്ല. RSSന്റെയും BJPക്കുമെതിരെ ശക്തമായി നിലകൊള്ളണം, അതിൽ ഒരു ഐക്യമുണ്ടാക്കണം, ദേശീയ തലത്തിൽ തന്നെ ഐക്യമുണ്ടാക്കണം എന്ന പാർട്ടി കോൺഗ്രസ് പോലും നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെയൊരു നിലപാടുണ്ടോ, അങ്ങനെയൊരു പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് ഈ സർക്കാരിൻ്റെ നിലപാട് സംശയിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം SNDP യോഗം ജനറൽ സെക്രട്ടറി നടത്തിയ വർഗീയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അതിനോട് ശക്തമായി പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിനെ 30 വർഷങ്ങൾ ആഘോഷിക്കുന്ന ചടങ്ങിൽ എത്തുകയും അദ്ദേഹത്തെ വേണ്ട പോലെ പുകഴ്ത്തുകയും, നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, അതിൽ ഗുരുവിനോട് പോലും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം അദ്ദേഹം നടത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വോട്ട് നേടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. നിലമ്പൂരിൽ അത് പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ വേറെ രൂപത്തിൽ തന്നെ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നമ്മൾ കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു രൂപത്തിലാണല്ലോ അത് പ്രവർത്തിച്ചത്. അത് മുസ്ലിം വോട്ട് കിട്ടാനുള്ള വേറെ രൂപത്തിലുള്ള പ്രവർത്തനം, അതായത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്ന രൂപത്തിൽ അന്ന് പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. വിവിധ വിഷയങ്ങളിൽ ആദ്യം തന്നെ പ്രക്ഷോഭം തുടങ്ങുക, അതിന്മേൽ പ്രതികരിക്കുക, അതിൽ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തെ കൂടെ കൊണ്ടുവരാൻ കഴിയുക, ഇതൊക്കെ ഒരു വശത്ത് ചെയ്തതിന് ശേഷമാണ് നേരെ തിരിയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് വോട്ട് രാഷ്ട്രീയം മാത്രം, അതല്ലാതെ ഇതിന്മേൽ ഒരു നിലപാടില്ല. BJPയുമായി ബന്ധപ്പെട്ട നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഇടത് സർക്കാർ എന്ന് സംശയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ വരികയാണ്. ഇപ്പോൾ മകളുമായി ബന്ധപ്പെട്ട കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് എന്നൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിഫലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഏതെങ്കിലും കേവലമായ ഒരു കാര്യം നിലമ്പൂർ എന്നൊരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാകില്ല. ആ വോട്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ സംഭവവികാസങ്ങളും സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന രൂപത്തിലേക്കൊക്കെ അത് പ്രതിഫലിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ചൂണ്ടുപലകയാകും. അത് LDF സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരിക എന്ന് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. Meet the editors.